മാസ് മോട്ടോഴ്സ് വന്നപ്പോൾ നമ്മുടെ ഹോണ്ട ആക്റ്റീവ ഡീകാർബണൈസിങ്ങിന് വേണ്ടിയിട്ട് എഞ്ചിൻ ഭാഗം അഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹെഡ് അഴിച്ച് കരി കുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ എഞ്ചിൻ്റെ കംപ്ലയിൻസിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഹെഡ് ഭാഗം അഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ വണ്ടിയിൽ നിന്ന് പുറത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ അതിൻ്റെ മെയിനായിട്ട് വന്ന കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹെഡിലാണ് അതിൻ്റെ പ്രോബ്ലം വരാം. ഇത് ഹെഡ്, അതേപോലെ തന്നെ ഇത് വാൽവ് സെറ്റാണ്. വാൽവിൻ്റെ അത് ഈ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കരി പിടിക്കും. കരി പിടിച്ചിട്ട് ഈ കരി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ തരി പോലെ അങ്ങനെ പൊടിഞ്ഞു വരും. ഇതിപ്പോൾ കഴിയുമ്പോൾ നോക്കുമ്പോൾ അറിയാം. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് ഈ വാൽവിൻ്റെ ഇടയിൽ നിൽക്കും, കൃത്യമായിട്ട് വാൽവ് അടയാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ എഞ്ചിൻ കംപ്രഷൻ ലീക്ക് വരും. അങ്ങനെയൊക്കെയാണ് മൈലേജിനെ ഡയറക്റ്റ് ബാധിക്കുകയും പിക്കപ്പിനൊക്കെ ഡയറക്റ്റ് ബാധിക്കുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ അഴിക്കുമ്പോൾ നമുക്കതിൻ്റെ ഈ പിസ്റ്റൻ്റെ റിങ്സ് നമുക്ക് മാറ്റിയിടണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ കിടക്കുന്നത് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ നമുക്കതൊന്ന് അഴിച്ചിട്ട് കയറുന്ന സമയത്ത് പിസ്റ്റൺ ഇത് തന്നെ യൂസ് ചെയ്യാം. പിസ്റ്റണും സിലിണ്ടറൊക്കെ തന്നെ യൂസ് ചെയ്യാം. സിലിണ്ടറിൽ നോക്കുമ്പോൾ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, പക്ഷെ എന്നാൽ പോലും നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ റിങ്സ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ പോരായ്മ പരിഹരിക്കാവുന്നുള്ളൂ. അതേപോലെ തന്നെ വാൽവ് നമ്മളത് കൊടുത്ത് സീറ്റ് ചെയ്തിട്ടില്ല. ലെയ്ത്ത് വർക്ക് എന്നാണ്, ലെയ്ത്തിൽ കൊടുത്ത് സീറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്കതിൻ്റെ കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്ത് കയറ്റും. അതേപോലെ എയർ ഫിൽറ്റർ നമ്മൾ മാറ്റും. കാരണം വെച്ചാൽ അത് ചെയ്യുമ്പോൾ പുതിയതാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ പ്ലഗും, എയർ ഫിൽറ്റർ പ്ലഗും മാറ്റും. കാർബറേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുക. വാൽവ് സീറ്റിങ് ചെയ്ത് പിസ്റ്റൺ റിങ്സൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ആക്കുക. അതാണ് മെയിനായിട്ട് നമുക്ക് ഹെഡ് റോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വർക്കുകൾ. പിന്നെ നമുക്കതിൻ്റെ ഗ്യാസ്കറ്റുകൾ, അതായത് ഇതേപോലെ തന്നെ പേപ്പർ ഗ്യാസ്കറ്റൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു പ്രാവശ്യമാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് റീസെറ്റാക്കി തരണം. പിന്നെ അതിന് ശേഷം നമുക്ക് ജനറൽ സർവീസായിട്ടും വണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടണം. ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. ഓക്കെ, എന്നിപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ തരാം. നമുക്കിന്ന് വണ്ടി തീരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റാവും. ഏകദേശം ഒരു 7 മണി 7:30 ആവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ തരാവുന്ന രീതിയിൽ പരമാവധി അറേഞ്ച് ചെയ്യാം. വേറെ പ്രോബ്ലമൊന്നുമില്ല. കാരണം ഇപ്പോൾ ലേത്തിലേക്ക് വിട്ടാലും നമുക്കൊരു ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി 4 മണിയോടുകൂടി നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ ഓക്കെ, ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി ഇട്ടേക്കാം. ഓക്കെ.